ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വിമോചിതരായി കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് പുറപ്പാട്. ഈജിപ്തിൽ എത്തിച്ചേർന്ന യാക്കോബും മക്കളും അനുകൂലമായ സാഹചര്യങ്ങളിൽ വളർന്ന വലിയ ജനതയായി. അവരുടെ ഉയർച്ച കണ്ടു ഭയന്ന ഈജിപ്ത് രാജാക്കന്മാർ അവരെ പീഡിപ്പിച്ച് അടിമകളാക്കി. ദൈവം മഹാമാരികളയച്ച് ഈജിപ്തുകാരെ പ്രഹരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു. ചെങ്കടൽ കടന്ന് അവർ സീനായിൽ എത്തിച്ചേർന്നു. അവരുടെ ഇടയിൽ വസിക്കുന്നതിന് തനിക്ക് ഒരു കൂടാരവും അതിൽ തനിക്ക് ഇരിപ്പിടമായി ഒരു സാക്ഷ്യപേടകവും നിർമ്മിക്കുന്നതിന് ദൈവം മോശയോട് കൽപ്പിച്ചു. പേടകത്തിൽ മോശ ഉടമ്പടി പത്രിക നിക്ഷേപിച്ചു. പേടകത്തിന് മുകളിൽ കെരൂബുകളുടെ മധ്യേ ദൈവം ഉപവിഷ്ടനായി. തന്റെ കൽപ്പനകൾ നൽകുന്നതിനു വേണ്ടി ദൈവം മോശയെ വിളിപ്പിച്ചു. കാഹളധ്വനി ശക്തിപ്പെട്ടു, മിന്നൽ പിണരുകളുണ്ടായി. അവിടെ വെച്ച് ദൈവം മോശയോട് ഇടിമുഴക്കത്തിൽ സംസാരിച്ചു. Thunder of God. പാപം അസ്തമിക്കാത്ത ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനു വേണ്ടി ദൈവജനത്തെ ഒരുക്കാൻ മാനസാന്തരത്തിന്റെ വചനവുമായി അനേക ലക്ഷങ്ങളെ രക്ഷയിലേക്ക് നയിച്ച സേവ്യർ ഖാൻ വട്ടായിലച്ചൻ 7 ഭൂഖണ്ഡങ്ങളിലൂടെ ഇന്ന് ജൈത്രയാത്ര തുടരുന്നു. സൗഖ്യം പ്രാപിച്ച 2000-ൽ പരം ക്യാൻസർ രോഗികൾ. ദൈവം സൗഖ്യം തന്നതിന്റെ ഒറ്റ ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ക്യാൻസറിന്റെ ഒരു അണുപോലും ഇല്ല. ശ്വാസകോശം മൊത്തം ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞു. മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യം ദൈവം സാധിച്ചു തന്നു. വൈഫിന് ഫ്രോസൺ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസർ അല്ല എന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. മക്കളെ ലഭിച്ച 3000-ൽ പരം ദമ്പതികൾ. ഞങ്ങൾക്ക് 18 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. മാനസാന്തര ജീവിതം നയിക്കുന്ന 4000-ൽ പരം വ്യക്തികൾ. ഞാൻ 16 വർഷമായിട്ട് മദ്യവും പാൻസും പാൻഡ്രാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. എന്റെ 25 വർഷമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പുകവലി എന്ന ദുശീലം എന്നിൽ നിന്ന് നിശേഷം മാറിപ്പോവുകയും ചെയ്തു. ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയ മദ്യപാനവും സിഗരറ്റ് വലിയുമാണ്. 26 വർഷമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ.
യൂണിവേഴ്സിറ്റികളിൽ റാങ്കുകൾ കൊയ്ത അനേകർ, MA റിസൾട്ടിൽ ദൈവം എനിക്ക് 1ാം റാങ്ക് തന്ന റാങ്ക് നൽകി അനുഗ്രഹിച്ച് 8 ലക്ഷം വിദ്യാർത്ഥികളില് 10ാം റാങ്കിൽ എത്തുവാൻ ഞങ്ങളുടെ മോളെ ഈശോ അനുഗ്രഹിച്ചു. മരണമുഖത്തു നിന്ന് ജീവനിലേക്ക് തിരികെ വന്നവർ, രോഗം അതിമാരകമായ മെനഞ്ചോ എൻസെഫലൈറ്റിസ് ആണെന്ന് മനസ്സിലായി. എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ശരീരം തളർന്നു. ഇപ്പം എന്നെ 2ാം ജന്മം നൽകി എന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. മീഡിയയിലൂടെ അനുഗ്രഹം പ്രാപിച്ച ജനലക്ഷങ്ങൾ. എനിക്ക് 14 വർഷമായിട്ട് ശ്വാസമുട്ട് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് 1 വർഷം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. എനിക്കിപ്പോ 1 വർഷമായിട്ട് ശ്വാസമുട്ട് ഉണ്ടായിട്ടില്ല. ഞായറാഴ്ചയുള്ള ശാലോം ദിവസ് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുമായിരുന്നു. ഞാൻ എഴുതിയ SSLC പരീക്ഷയിൽ എനിക്ക് 92% വിജയിക്കാൻ. ഇവർ ഇന്ന് തങ്ങളുടെ സൗഖ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും സാക്ഷ്യപത്രത്തോടൊപ്പം വചനത്തിന്റെ സാക്ഷികളായി നമ്മോടൊപ്പം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവിന് താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവിന് താമസമേറയില്ല. തന്റെ വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റുന്നേ. ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റുന്നേ. ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവിന് താമസമേറയില്ല. കൊട്ടാരം തുടങ്ങി കുടിൽ വരെ ജനം കണ്ണീർ താഴ്വരയിലല്ലയോ. കൊട്ടാരം തുടങ്ങി കുടിൽ വരെ ജനം കണ്ണീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല ജനങ്ങൾക്കിഹേ. ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല ജനങ്ങൾക്കിഹേ. ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവിന് താമസമേറയില്ല. അഹങ്കാരത്തിന്റെയും അലംഭാവത്തിന്റെയും മേഖലകളിൽ നാം ആയിരിക്കുമ്പോൾ ദേവാലയത്തിന്റെ പരിശുദ്ധിയെപ്പറ്റിയും ദേവാലയ ശുശ്രൂഷകളിൽ ഭക്തിയോടെ സംബന്ധിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും നാം അറിയുന്നില്ല. ദേവാലയത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നാം പിന്തുടരുമ്പോൾ നമ്മുടെ തന്നെ ആത്മരക്ഷ ഉറപ്പിക്കുന്നതോടൊപ്പം സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്തതുപോലെ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ അവിടുന്ന് നമ്മെ സവാരി ചെയ്യിക്കും. നമ്മുടെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് അവിടുന്ന് നമ്മെ പരിപാലിക്കും. ഞായറാഴ്ച ആചരണത്തെ വിലമതിക്കേണ്ട ആവശ്യകതയിലേക്ക് ഈ മണിക്കൂറിൽ സേവ്യർ ഖാൻ വട്ടായിലച്ചൻ വിരൽ ചൂണ്ടുന്നു.
മതപരമായ കാര്യങ്ങൾ വെറുക്കുകയോ? ഇതിന്റെ കോപ്പികൾ ഇപ്പോൾ സെഹിയോൻ ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ്.